ഈ ഒരു വീഡിയോയിൽ നമ്മൾ പെർസ്യൂഡ് മൊബൈൽ ആപ്ലിക്കേഷനിലെ സർവീസ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സർവീസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്താക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും എളുപ്പത്തിലും അതേപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസിന് ഏറ്റവും സിമ്പിളായിട്ടും ലളിതമായിട്ടും സർവീസും അതേപോലെ തന്നെ സർവീസ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 3 ഭാഗങ്ങളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, 3 മൊഡ്യൂളുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ സർവീസ് രജിസ്റ്റർ ചെയ്യാനും രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സർവീസ് മാനേജ് ചെയ്യാൻ, അഥവാ ഒരു സർവീസ് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് വർക്കുകൾ എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും, മൂന്നാമത്തേതായിട്ട് നമ്മളുടെ ടെക്നീഷ്യൻസിന് നമ്മുടെ വർക്കുകൾ ഏറ്റവും എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഥവാ എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്താക്കിയത് ഈ ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സർവീസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് പുതുതായിട്ട് വന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്കിവിടെ പ്ലസ് ബട്ടൺ അടിച്ച് കസ്റ്റമറുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഹസീം ടെസ്റ്റ് എന്നുള്ളൊരു കസ്റ്റമറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ദെൻ ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു, കസ്റ്റമറുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ആഡ് ബട്ടൺ അടിച്ച് കസ്റ്റമർ ആഡ് ചെയ്യുന്നു. ഇവിടെ ഞാൻ കംപ്ലയിൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ കാറ്റഗറിയിൽ ഞാൻ ജനറൽ കാറ്റഗറിയിൽ എൻ്റെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യും. ഞാനിവിടെ S24 Ultra എന്നുള്ള പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഒരു മൊബൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലൈൻ്റ് ആയിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ ബ്രോക്കൺ സെലക്ട് ചെയ്യുന്നു. ശേഷം സബ്മിറ്റ് അടിക്കുന്നു. സർവീസ് മാനേജർക്ക് സർവീസ് അസൈൻ എന്നുള്ള മൊഡ്യൂളാണ് യൂസ് ചെയ്യാനുണ്ടാകുക. ഇവിടെ ഞാൻ പുതിയതായി ടിക്കറ്റ് ഒരു ടെക്നീഷ്യൻ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ ടിക്കറ്റ് ഞാനത് ഹസീം എന്നുള്ള എഞ്ചിനീയർക്ക് തന്നെ ഞാൻ അസൈൻ ചെയ്യുന്നു. ഒരു എഞ്ചിനീയർക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി. ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ എംപ്ലോയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഹസീമിനെ സെലക്ട് ചെയ്യുന്നു. ആയിട്ട് ഞാനിവിടെ എംപ്ലോയി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടി ഈ ഒരു ടിക്കറ്റ് നേരെ ഹസീമിൻ്റെ സർവീസ് ലിസ്റ്റിലേക്കാണ് പോവുക. ഞാനിവിടെ ആഡ് അടിക്കുന്നു. ഇനി മറ്റേതെങ്കിലും എംപ്ലോയിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യുന്നു. ഇതോടുകൂടി ഈ ഒരു ടിക്കറ്റ് ഹസീമിൻ്റെ സർവീസ് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ സർവീസ് ഫോളോ അപ്പ് ലിസ്റ്റിലേക്കാണ് ചെന്ന് നിൽക്കുക. ഇവിടെ ഹസീമിൻ്റെ സർവീസ് ഫോളോ അപ്പ് ലിസ്റ്റ് തുറക്കുകയാണെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് അസൈൻ ആയിട്ടുള്ള എല്ലാ സർവീസ് ടിക്കറ്റും കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഒരു നമ്മളുടെ ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ടെക്നീഷ്യന് ആ ഒരു ടിക്കറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം അത് ഓൺ സൈറ്റ് കാര്യങ്ങളുള്ളതാണെങ്കിൽ അവരെ കസ്റ്റമറെ കോൾ ചെയ്തിട്ട് പോകാം. അല്ല നമ്മൾ ഷോപ്പിൽ തന്നെ വെച്ച് സർവീസ് ചെയ്യുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ആ ടിക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിലെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ ഈ ഒരു ടിക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് അസൈൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ ആ സർവീസ് അറ്റൻഡ് ചെയ്ത് അത് ശരിയാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട്സ് എൻ്റർ ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു മൊഡ്യൂൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. സോ ടിക്കറ്റ് ഓപ്പൺ ആക്കിയ ശേഷം അദ്ദേഹത്തിന് ഇവിടെ പ്ലസ് ബട്ടൺ അടിച്ചിട്ട് അയാളുടെ സർവീസ് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ അയാൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ S24 Ultra ആണ് കസ്റ്റമർ സർവീസ് ചെയ്തിരിക്കുന്നത്. സോ S24 Ultra അയാൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അവിടെ കംപ്ലയിൻറ്റ് എന്താണോ കംപ്ലയിൻറ്റ് മാർക്ക് ചെയ്തു, കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ബ്രോക്കൺ എന്നാലും സെലക്ട് ചെയ്യുന്നു. മറ്റെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ടെക്നീഷ്യൻ നോട്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്കത് ഡിസ്ക്രിപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് ബട്ടൺ അടിക്കുന്നു. നെക്സ്റ്റ് ബട്ടണിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പാർട്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ അണ്ടറിൽ മാപ്പ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് കംപ്ലീറ്റ്ലി ഇവിടെ 1 by 1 ആയി ലിസ്റ്റ് ആവുന്നതാണ്. ഇതിലില്ലാത്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹം മാറ്റിയെങ്കിൽ, ഇപ്പം ഡിസ്പ്ലേ ഇവിടെ ലിസ്റ്റഡ് അല്ല, അതുകൊണ്ട് ഡിസ്പ്ലേ ആണ് മാറ്റിയതെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഏതാണോ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേ എന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വാറണ്ടി മോഡ് പെയ്ഡ് സർവീസ് കൊടുക്കുന്നു. ദെൻ എത്രയാണ് മാറ്റിയത് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അടിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ സർവീസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്ലസ് ബട്ടണിൽ ഡിസ്പ്ലേ ബ്രേക്ക് എന്നുള്ളതാണ് അവർ ചെയ്തിരിക്കുന്നത്. സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ സർവീസ് ടൈപ്പ് പെയ്ഡ് ആയതുകൊണ്ട് തന്നെ എത്രയാണ് എമൗണ്ട് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സോ സർവീസ് കോസ്റ്റ് ഡിസ്പ്ലേക്ക് 30,000 രൂപ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അടിക്കുന്നു. ഇനി ഈ ഒരു സർവീസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസർ ഇവിടെ ആക്ഷനിൽ പോയിട്ട് കംപ്ലീറ്റ് കൊടുക്കുന്നു. കസ്റ്റമർ ഏത് മോഡലാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പേയ്മെൻറ്റ് മോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിക്കുന്നതോടുകൂടി ഈ ഒരു ടിക്കറ്റ് ക്ലോസ് ആകും. ശേഷം ഈ ഒരു ടിക്കറ്റ് ആകെ കാണാൻ പറ്റുക റിപ്പോർട്ട്സിൽ മാത്രമാണ്. സോ മാനേജർ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു ടിക്കറ്റിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹത്തിൻ്റെ വെബിൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഏതോ തരത്തിലാണ് പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്, ഏതൊക്കെ എംപ്ലോയീസ് ആണ് ഈ ഒരു സർവീസിൽ വർക്ക് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് അടിക്കുന്നതോട് കൂടി നമ്മൾ ടിക്കറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ് ആവും.